ഞാൻ എപ്പോഴും ഓർക്കും ഈ രാഷ്ട്രീയക്കാരൊക്കെ ഒരു 3000 പേരുടെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ എത്ര കാശ് ചെലവാണ് അല്ലെ? ആർക്കെല്ലാം പൈസ കൊടുക്കണം, എന്തെല്ലാം പരിപാടികൾ നടത്തും. പക്ഷെ നമ്മുടെയൊക്കെ പള്ളികളിൽ ഞായറാഴ്ച ഒരു 3 മണി അടിച്ചാൽ മതി, ആള് വരും. കിടക്കപ്പായ കിടക്കുന്നവരൊക്കെ എഴുന്നേറ്റ് വരും. അതാണ് ഭയങ്കര അത്ഭുതകരമായ ഒരു കാര്യം. അതുകൊണ്ടാണ് ഈ കത്തോലിക്ക സഭയെ കുറിച്ച് ചീത്ത പറഞ്ഞ് ആൾക്കാരെല്ലാം സഭയിൽ നിന്ന് അകന്നു പോകുന്നൊക്കെ കാത്തിരുന്ന മാധ്യമക്കാരെല്ലാം സങ്കടപ്പെട്ടിരിക്കുക. കാരണം എന്നാന്നറിയത്തില്ല, അവര് പക്ഷെ പള്ളി വിട്ടുപോകുന്നില്ല. അതാണ് ഞങ്ങൾ ഇത്രയും കുഴപ്പങ്ങളെല്ലാം ഇവരെ കുറിച്ച് വിളിച്ച് പറഞ്ഞിട്ടു. ഈ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെ എല്ലാം മെത്രാന്മാരെ പറയുകയും വേണ്ട അല്ലെ, എന്തെല്ലാം പറഞ്ഞിട്ടും ഇവരാരും പള്ളി വിട്ടു പോകുന്നു. അതിന്റെ കാരണം എന്താ? നമ്മളാരും അച്ഛനെയും കന്യാസ്ത്രീയും കണ്ടിട്ട് വിശ്വസിക്കാൻ തുടങ്ങിയവരൊന്നും അല്ല. ശരിയല്ലേ? നമ്മുടെ കർത്താവ് യേശു മിശിഹായിലുള്ള വിശ്വാസമാണ് നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആ ബോധ്യമുള്ളിടത്തോളം പരിശുദ്ധ കുർബാനയോടുള്ള ഒരു വലിയ ബന്ധം നമുക്കുണ്ട് എന്നുള്ളതാണ്. നമുക്കൊരു നല്ല വിശ്വാസ പരിശീലന സംവിധാനമുണ്ട്. ഒരുപക്ഷെ ലോകത്ത് ഇതുപോലെ ചിട്ടയായ വിശ്വാസ പരിശീലന സംവിധാനമുള്ള ഏതെങ്കിലും ഒരു സഭ വേറെയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ 12 വർഷം ചില രൂപതകളിൽ ഇത് ഡിഗ്രി തലങ്ങളിലും ഒക്കെ ഉണ്ട്. അത്ര നിർബന്ധമല്ലാത്ത എന്നാൽ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഒരു അനുധാവനം കൊടുക്കത്തക്ക രീതിയിലുള്ള വിശ്വാസ പരിശീലന സംവിധാനം. അതിൻ്റെതായ ഒത്തിരി നന്മകളും നമുക്കുണ്ട്. നമ്മുടെ മക്കള് സാമാന്യം നല്ല കുടുംബ ബന്ധങ്ങൾ, നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങള്, കെട്ടുറപ്പുള്ള കുടുംബങ്ങൾ, ഇതെല്ലാം നമുക്കുണ്ട് അല്ലെ? നമ്മളെ കുറിച്ച് നമ്മള് ചില മോശമായിട്ടൊക്കെ പറയുമെങ്കിലും താരതമ്യം ചെയ്യുമ്പോൾ തീരെ മോശമല്ല. കുടുംബ ബന്ധങ്ങൾ ഇപ്പോഴും നമ്മുടെ നല്ലതാണ്. പിന്നെ ഇച്ചിരി വഴക്കൊക്കെ കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വഴക്ക് പിടിച്ചാലും ഞങ്ങൾ പിരിഞ്ഞു പോവുകയില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു തത്വശാസ്ത്രം. വഴക്ക് പിടിച്ചുകൊണ്ടാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ. ഈ ചില കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ, അമ്മയുടെ കഴുത്തിന് ചുറ്റിപ്പിടിച്ചിട്ട് അമ്മയ്ക്കിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളെങ്ങനെ ഒരുമിച്ച് നിന്നിട്ട് വഴക്കൊക്കെ പിടിക്കും. അതൊക്കെ ശരിയാ. പക്ഷെ ഒരുമിച്ച് നിൽക്കും. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല കുടുംബങ്ങൾ, കെട്ടുറപ്പുള്ള കുടുംബങ്ങൾ നമുക്കുണ്ട്. പിന്നെ പിള്ളേരുടെ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ് ഇത്രയും മരിച്ചു കിടക്കുന്ന ഒരു സമൂഹം വേറെ ഉണ്ടോ എന്ന് വിചാരിക്കും. കുഞ്ഞുങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന കുടുംബങ്ങൾ, കത്തോലിക്ക കുടുംബങ്ങൾ, നമുക്കതിനെ കുറിച്ച് അഭിമാനിക്കാനായിട്ട് സാധിക്കും. പിന്നെ സമാധാനപ്രിയരായ ജനങ്ങളാണ്. ഞാൻ പണ്ടൊരിക്കൽ ഒരു പള്ളിയിൽ കൊച്ചച്ഛനായിട്ട് ശുശ്രൂഷ ചെയ്തപ്പോൾ ഒരു ഹൈന്ദവനായ പോലീസ് ഇൻസ്പെക്ടറെ കണ്ടു. ആ പള്ളി പെരുന്നാളാണ്, പ്രദക്ഷിണം നടക്കാൻ. അതിന്റെ പുറകെ നമ്മൾ പ്രദക്ഷിണമൊക്കെ നടക്കുമെങ്കിലും അങ്ങനെ റോഡ് മൊത്തം ഒന്നും ബ്ലോക്ക് ചെയ്യത്തില്ലല്ലോ. ഇടയ്ക്കൂടെ നിങ്ങളൊക്കെ ആ ടൈപ്പാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പൊതുവെ നമ്മള് സൈഡിൽ കൂടെ വണ്ടിയൊക്കെ കയറ്റി വിടും അല്ലെ? അങ്ങനെ ഒത്തിരി മനുഷ്യരെ വിഷമിപ്പിക്കത്തൊന്നുമില്ല. ചിലയിടത്തൊക്കെ ചില ആഘോഷങ്ങൾക്ക് പോയ ആ പട്ടണം മുഴുവൻ ബ്ലോക്ക് ആക്കിയാലേ അവർക്ക് ഒരു സമാധാനമുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പ്രദക്ഷിണത്തിന്റെ പുറകെ ഇങ്ങനെ നടക്കുമ്പോ അവിടുത്തെ ഇൻസ്പെക്ടർ എന്റെ അടുത്ത് വന്ന് വർത്താനമൊക്കെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് ഈ ക്രിസ്ത്യൻ ഏരിയയിലൊക്കെ ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് 25 വർഷം മുമ്പുള്ള സംഭവമാണ്. കാരണം എന്താ സമാധാനപ്രിയരായ ജനങ്ങൾ. വലിയ കുഴപ്പമൊന്നും ഈ മിക്കവാറും അതിര് തർക്കങ്ങളാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. അത് പിന്നെ കത്തോലിക്കന്റെ ഒരു ദൗർബല്യമാണ്. ഈ ഓടി പോകുന്ന വേലികൾ അല്ലെ? അതിരുകളിലൊക്കെ ഇങ്ങനെ ഓടി പോകും. രാവിലെ അവിടെയായിരുന്നു, തെക്കായിരുന്നു, അവിടെ ഇപ്പോൾ വടക്ക് കിടക്കുന്നു. എന്ത് ഈ സംഭവം? അതാണ് ചോദിച്ചോ, ഞങ്ങള് കൊണ്ടിട്ടോന്നൊക്കെ ചോദിച്ചു നമ്മൾ മാറി നിൽക്കുകയും ചെയ്യും അല്ലെ? ഓടിപ്പോകുന്ന അതിരുകല്ലുകളും ഒക്കെയാണ് നമ്മുടെ പ്രശ്നം. അല്ലാതെ വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ പത്രങ്ങളിലൊക്കെ വലിയ കൊലപാതകങ്ങളുടെയൊക്കെ വാർത്ത കേൾക്കുമ്പോൾ ആദ്യമേ നോക്കും പേര് ക്രിസ്ത്യാനികളും എല്ലാം ഉണ്ടോ പ്രതികളായിട്ട്. നമ്മളെ തീരെ നിരാശപ്പെടുത്താതിരിക്കാൻ വല്ലപ്പോഴും ഒക്കെ ഒരാളുണ്ടെന്നല്ലാതെ ഇതുവരെ അങ്ങനെ ഒത്തിരി പേര് ഒന്നും കാണാൻ കഴിയായിട്ടില്ല. അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ വലിയ ക്രിമിനൽ ബിഹേവിയർ ഒക്കെ ഒന്നും ഇല്ലാത്ത ഒരു സഭ. അതിന്റെ കാരണം എന്താ? നമ്മൾ പഠിപ്പിക്കുന്ന മുഴുവൻ എന്നതാ? സ്നേഹിക്കാനും ക്ഷമിക്കാനും. പാപം ചെയ്താൽ ഉടനെ പോയി കുമ്പസാരെ കൂട്ടി പോയി മുട്ടുകുത്തി അതെല്ലാം ഏറ്റു പറയാം. പിന്നെ എങ്ങനെയാ ഈ കൊല്ലാനൊക്കെ തോന്നുന്നത് അല്ലേ? അപ്പോ നമ്മുടെ ഒരു നല്ലൊരു ധാർമ്മിക സമൂഹമായിട്ടൊക്കെ കൊണ്ടുപോകുന്നതിൽ നമ്മുടെ ഈ വിശ്വാസ പരിശീലനത്തിന് വലിയൊരു പങ്കുണ്ട്. അത് വാസ്തവമാണ്. അതുപോലെ തന്നെ നമ്മുടെ വിദേശങ്ങളിലൊക്കെ പോയാൽ പോലും നമ്മുടെ ആൾക്കാർ പള്ളിയിൽ പോകുന്നു.
ഇപ്പൊ പല യൂറോപ്യൻ രാജ്യങ്ങളിലും കത്തോലിക്ക സഭ ജീവിക്കുന്നത് പ്രവാസികളെ കൊണ്ടാണ്. ഇന്ത്യയിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നും ഒക്കെയുള്ള പ്രവാസികൾ ഇംഗ്ലണ്ടിലെയൊക്കെ പള്ളികളിൽ നിറഞ്ഞു നിൽക്കുന്നത് അവർക്ക് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ഇന്ത്യൻ കത്തോലിക്ക സമൂഹം അവര് കുർബാനയ്ക്ക്, പ്രത്യേകിച്ച് എല്ലാ ദിവസവുമുള്ള പരിശുദ്ധ കുർബാന കാണാൻ ഇത്രയും താല്പര്യം കാട്ടുന്ന ഒരു സമൂഹം വേറെ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒത്തിരി നന്മകളുള്ളതാണ് നമ്മുടെ വിശ്വാസ പരിശീലന സംവിധാനം. ഞാൻ ഇത്രയും നല്ലത് പറയണ്ടേ, കല്ലുപോലെ ഇരിക്കുന്നുണ്ട്, ഒരു കൈയൊക്കെ അടി എന്ത് പറഞ്ഞാലാണോ നിങ്ങൾ കൈയടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ആ പോട്ടെ. അപ്പോ നന്മ ഒത്തിരി ഉണ്ട് നമുക്ക്. പക്ഷെ ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ലോകം ഒത്തിരി മാറി. കാരണം നമ്മള് ക്രൈസ്തവര് കേരളത്തിൽ 27% ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പൊ അത് നമ്മളെല്ലാരും കൂടെ അധ്വാനിച്ച് 17% ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സെൻസസോടെ കാര്യം പറയാം എത്രയുണ്ട്. കാരണം മക്കളില്ല. കാരണം നമ്മുടെ സഭ അങ്ങനെ സുവിശേഷം പ്രഘോഷിച്ച് വളർന്ന ഒരു സഭയൊന്നും അല്ല എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് സേവർ പണ്ട് സുവിശേഷം പ്രസംഗിച്ചായിരുന്നു. അന്ന് അകത്ത് കയറിയവരൊക്കെയാണ് ഭൂരിഭാഗവും. പിന്നെ ആരെങ്കിലും ഇവിടെ സുവിശേഷം പ്രസംഗിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ കൂടുതലും പെറ്റുപെരുകിയ ഒരു സമൂഹമാണ്. സത്യമല്ല. എന്റെ അമ്മയ്ക്ക് 7 മക്കളായിരുന്നു. അതുകൊണ്ട് ഞാൻ 7ാമനായിട്ട് ജനിച്ചു. അതിന് തൊട്ടുമുമ്പഴത്തെ ജനറേഷൻ അമ്മമാർക്ക് 12 മക്കളുണ്ടായിരുന്നു. അങ്ങനെ പെറ്റുപെരുകി വളർന്ന ഒരു സമൂഹമാണ് നമ്മൾ. നമ്മുടെ ആധുനിക ന്യൂജൻ മമ്മിമാർ പെറ്റുപെരുകാൻ വിസമ്മതിക്കുന്നത് കൊണ്ട് നമ്മുടെ സമൂഹം വളരെ ചുരുങ്ങി പോയി. ഇനിയും പള്ളിയൊക്കെ പൊളിച്ചു പണിയുന്നവർ സൂക്ഷിക്കണം. 25 വർഷം കഴിഞ്ഞാൽ എത്രയാണോ ആ പള്ളി നിൽക്കാൻ കാണുമെന്ന് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തിയിട്ടേ പൊളിക്കാവുള്ളൂ. കാരണം വെറുതെ ആയി പോകും. അപ്പൊ ആളൊത്തിരി കുറഞ്ഞു വരികയാണ്.